എബ്രായ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങളെ ആധാരമാക്കി യഥാസ്ഥാനപ്പെടുക എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ധ്യാനിച്ച് വരുന്നത്. നാം ഓർത്തതുപോലെ ദൈവസഭയുടെ യഥാർത്ഥമായ അവസ്ഥ മനസ്സിലാക്കി അപ്പോസ്തലനായിരുന്ന പൗലോസിന്റെ ഒരു പ്രാർത്ഥന വാചകങ്ങളായിരുന്നു ഈ രണ്ട് വാക്യങ്ങൾ എന്നുള്ളത് നാം കണ്ട കാര്യമാണ്. അതിൽ കൂടെ പരസ്പരമുള്ളതായിരിക്കുന്ന ജീവിതങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ് എന്ന പാഠം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിച്ചു. യഥാസ്ഥാനപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥവ്യാപ്തി അത് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഞങ്ങളെ തികഞ്ഞവരാക്കണമേ, ഞങ്ങളെ സജ്ജരാക്കണമേ, ഞങ്ങളെ പുതുതാക്കണമേ, ഞങ്ങളെ നന്നാക്കി എടുക്കണമേ, ഞങ്ങളെ മടക്കി വരുത്തണമേ, ഞങ്ങളെ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണമുള്ള സ്ഥാനത്തേക്ക് മടക്കി കൊണ്ടുവരണമേ എന്ന ആശയം ഉൾക്കൊള്ളുന്ന വാക്യത്തിന്റെ അർത്ഥവ്യാപ്തി നമുക്ക് മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിച്ചു. നാം ആ വാക്യത്തിന്റെ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ വളരെ ആവശ്യമുണ്ട്. അനേക ചിന്തകൾ മനസ്സിലൂടെ പകലിലൊക്കെ കടന്നുപോയി. എന്നാൽ ചുരുക്കം ചില വാക്കുകൾ മാത്രം ഇന്ന് ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ യഥാസ്ഥാനപ്പെടുക എന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനത്തേക്ക് തിരിച്ച് കൊണ്ടുവരിക. ഏതൊരു നിലയിലായിരുന്നോ അതായിരുന്നത് ആ അവസ്ഥയിലേക്ക് അതിനെ ആക്കിയിരുന്നതായ മഹത്വത്തിലോ തേജസ്സിലോ ഒന്നിലും ഒരു കുറവ് വരാതെ വീണ്ടും അതിന്റെ സ്ഥാനത്തേക്ക് തന്നെ എത്തിക്കുക. അതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളതായ ഇഷ്ടം. നമുക്കും ആ വലിയ ആഗ്രഹമാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഇത് നമ്മുടെ ഒരു പ്രാർത്ഥന വിഷയമാകണം എന്ന് പറഞ്ഞത്. കർത്താവേ, എന്നെ അവിടുന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ പുറമേ ഉള്ളതായ പെട്ടെന്നുള്ളതായ വിലയിരുത്തലുകളിൽ ഒരു യഥാസ്ഥാനത്വത്തിന്റെ ആവശ്യം എന്നിലുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാം. കാരണം അത്യാവശ്യമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ മുൻപന്തിയിലുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, പാടുന്നവരാണ്, സഭായോഗങ്ങൾ മുടക്കാത്തവരാണ്, പലതും നമ്മൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമുക്കൊരു ചിന്തയുണ്ടാകാം, എനിക്കതിന്റെ കാര്യമൊന്നും ഇല്ല, ഇത് മറ്റുള്ളവർക്ക് ഉള്ളതാണ് എന്നുള്ളത്. എന്നാൽ നാം നമ്മെ തന്നെ കർത്താവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ, ദൈവവചനവുമായിട്ട് നാം ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ അറിയാം എന്റെ ജീവിതത്തിൽ ഈ യഥാസ്ഥാനത്വത്തിന്റെ ആവശ്യം വളരെ ഉണ്ട്. അപ്പോ യഥാസ്ഥാനത്വം എന്ന് പറയുമ്പോൾ നാം ചിന്തിച്ചതുപോലെ എന്നെ ആക്കി വെച്ചതായ സ്ഥാനത്ത് ഞാൻ ഉണ്ടോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഇന്ന് ആ ചിന്ത നമ്മെ ഭരിക്കണം. എന്നെ എന്റെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ഞാനുണ്ടോ? ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ശരീരത്തിന്റെ അവയവം എന്ന നിലയിൽ ദൈവം നമ്മെ ഒരു സ്ഥാനത്ത് ആക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ആ ശരീരത്തിൽ നിന്ന് ആ അവയവത്തിന് മാത്രമായിട്ട് പുറത്തേക്ക് പോകാനൊന്നും ശരീരവുമായി നോക്കിയാൽ നമുക്ക് കഴിയുന്ന കാര്യമല്ല. അത് മറ്റൊരാശയമാണ്. എന്നാൽ വ്യക്തിപരമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവ് നമ്മെ ആക്കി വെച്ചതായ ഒരു സ്ഥലം സഭ എന്ന നിലയിൽ, ഒരു സഭയ്ക്ക് വേണ്ടിയ ഒരു പ്രാർത്ഥനയാണല്ലോ.
ആ സഭയിൽ ദൈവം എന്നെ ആക്കി വെച്ചത് വലിയ ഉദ്ദേശത്തോടു കൂടെയാണ്, ലക്ഷ്യത്തോടു കൂടെയാണ്. ആ ലക്ഷ്യപ്രാപ്തി എന്നിൽ നിന്ന് ഇന്ന് ഉണ്ടാകുന്നുണ്ടോ? അത് നാം ചിന്തിക്കേണ്ടതായ ഒരു സത്യമാണ്. അതിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങൾ ഇന്ന് ഒന്ന് ആരംഭം കുറിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. നമുക്ക് വളരെ പരിചയമുള്ള ചില വേദഭാഗങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ, യഥാസ്ഥാനത്വത്തിലേക്ക് തിരിച്ചു വരേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഒരു തിരിച്ചുവരവ് വേണം, സജ്ജമാകേണ്ടത് ആവശ്യമാണ്, നന്നാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്, ഒരു പുതുക്കത്തിന്റെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ നന്നാക്കിയെടുക്കേണ്ടതായ, പുതുക്കിയെടുക്കേണ്ടതായ, തിരിച്ചു വരുത്തേണ്ടതായ ഒരവസ്ഥ ഉണ്ടായി എന്നുള്ളത് നാം ഒന്ന് മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ഇത് ജാതികളോടുള്ള ബന്ധത്തിൽ നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഒക്കെ പറയാറുള്ള കാര്യമാണ്, നീ എവിടെ. പാട്ടൊക്കെ ഉണ്ട്, മനോഹരമായ പാട്ടുണ്ട്. എന്നാൽ ഇവിടെ ആദാമിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. അതേ ദൈവമാണ്, ഏതൊരു തോട്ടത്തിലാണോ ദൈവം ആദമിനെ ആക്കിയത്, അതേ തോട്ടത്തിലേക്ക് കടന്നു വന്നിട്ടാണ് ചോദിക്കുന്നത്, ആദമേ നീ എവിടെയാ? 2-3 വാക്യങ്ങളൂടെ വായിച്ചിട്ട് ഞാൻ അതിന്റെ ആശയത്തിലേക്ക് വരാം. 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവേൻ എന്ന് അവരോട് കൽപ്പിച്ചു. 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വായിക്കുന്നത്, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി. അപ്പോൾ ഈ 3-4 വാക്യത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ദൈവം ആദമിനെ എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. നാം അവിടെ വായിക്കുന്നുണ്ട്, ആ 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് തന്റെ ജീവശ്വാസം അവന്റെ മൂക്കിൽ ഊതി എന്നാണ്. ഏദൻ തോട്ടത്തിൽ നിന്നല്ല ഒരു പൊടി എടുത്തത്, മറിച്ച് നിലത്തെ പൊടി കൊണ്ടാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ ഇത് നാമുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുവാൻ വേണ്ടിയാണ് ഇത്രയും വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ദൈവം നമ്മെയും എവിടെന്നാ തെരഞ്ഞെടുത്തത്? നമ്മളൊക്കെ വെറും പൊടികൾ മാത്രമായിരുന്നു. ആ പൊടിയിൽ നിന്നാണ് ദൈവം ആദമനെ സൃഷ്ടിച്ച് എവിടെ കൊണ്ടു ചെന്നാക്കിയത്? ഏദൻ തോട്ടത്തിലാക്കി. നാം അവിടെ വായിച്ചതുപോലെ ആ തോട്ടത്തിൽ വേല ചെയ്യാനും ആ തോട്ടത്തെ സൂക്ഷിക്കുവാനുമായിട്ടാണ് അവിടെ ആക്കി വെച്ചത്. മാത്രമല്ല, തോട്ടത്തിലുള്ള മൃഗങ്ങളെ മാത്രമല്ല, ഭൂമിയിലുള്ളതായ എല്ലാ മൃഗങ്ങളെയും പറവജാതികളെയും എന്ന് വേണ്ട സകലത്തെയും വാഴുവാനുള്ള അധികാരമാണ് ആർക്ക് കൊടുത്തിരുന്നത്? ആദമിന് ദൈവം കൊടുത്തിരുന്നത്. മാത്രമല്ല, നാം അവിടെ വായിക്കുന്നത്, അവിടെ വേല ചെയ്യാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രയോ നദികൾ, അല്ലെ, വെള്ളത്താൽ നിറയപ്പെട്ടതായ നദികൾ, എത്രയോ ഫലങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നതായ വൃക്ഷങ്ങൾ, അത് എല്ലാം നിറഞ്ഞു നിൽക്കുന്നതായ ഒരനുഭവത്തിലേക്കാണ് ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച് അവിടെ കൊണ്ടുചെന്ന് ആക്കിയത്. അതേ ദൈവമാണ് ആ തോട്ടത്തിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, ആദമേ നീ എവിടെയാണ്?
അതെവിടെയാ? ആദം ഇപ്പോൾ എവിടെയാണ്? അവനെ എന്തിനാക്കിയത്? എവിടെ നിന്നാണ് അവൻ എടുത്തത്? എവിടെയാണ് അവൻ ആക്കി വെച്ചിരുന്നത്? എന്നാൽ ഇപ്പോൾ അവൻ എവിടെയാണ്? ആദമിനെ കുറിച്ച് ഒരുപാട് കുറ്റം പറയാനൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ നമ്മെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. എന്റെ ദൈവം ഈ ജാതികളുടെ മധ്യത്തിൽ നിന്ന്, നമുക്കറിയാം, ഞങ്ങൾ ആവർത്തിച്ച് പറയുമ്പോ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനും ദൈവത്തോടുള്ള നന്ദി പെരുകാനുമാണ്. ഇന്ന് എത്രയോ പറഞ്ഞിട്ടും ഇതനുസരിക്കാൻ ഒരു വ്യക്തി പോലും കൂട്ടാക്കാത്ത ഈ തലമുറയുടെ നടുവിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം എന്നെയും നമ്മെയും രക്ഷിച്ച് അവന്റെ സഭയിൽ നമ്മെ ആക്കി എന്നുള്ളത് എത്രയോ അത്ഭുതകരമാണ്. ആ സ്ഥാനത്ത് നമ്മെ ആക്കി വച്ചിരിക്കുന്ന ദൈവം ഇന്ന് നമ്മെ വന്ന് വിളിച്ചാൽ നാം എവിടെയാണ്? നമ്മെ ഏൽപ്പിച്ച കാര്യം നാം ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകളുണ്ട്. നാം ഇവിടെ വായിച്ചു കേട്ടതുപോലെ ദൈവം ആദമിനെ അവിടെ ആക്കിയത് എന്തിനാണ്? നീ തോട്ടത്തെ എന്ത് ചെയ്യണം? കാവൽ ചെയ്യണം, പിന്നെ വേല ചെയ്യണം. അവിടെ ഇംഗ്ലീഷിൽ അതേക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ടു ഡ്രസ് ഇറ്റ് ആൻഡ് ടു കീപ് ഇറ്റ് എന്നാണ്. ആ തോട്ടത്തെ മനോഹരമാക്കി നിർത്തേണ്ട ചുമതല ആർക്കാ? ആദമിന്. അതാണ് അവന്റെ ചുമതല. നമ്മോടുള്ള ബന്ധത്തിൽ പറയട്ടെ, ഒരു സഭയുടെ മനോഹാരിത സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? അത് സഭയിലെ മൂപ്പന്മാർക്ക് മാത്രമുള്ള ചുമതലയാണോ? ഒരു സഭയെ ഭംഗിയായ നിലയിൽ ഉത്തരവാദിത്വത്തോടുകൂടെ മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഓരോരുത്തരിലും നിക്ഷിപ്തമായിരിക്കുന്ന കടപ്പാടാണ്. ഇത് 4-3 ഏഴാൾക്കുള്ള പരിപാടിയല്ല. ഒരു സ്ഥലം സഭയിലുള്ള എല്ലാ ദൈവജനത്തിനും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്, ഒരുപോലെ കടപ്പാടുണ്ടെന്ന് ആ സ്ഥലം സഭ മനോഹരമായി കൊണ്ടുപോകുന്നതിൽ. ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല, ഒരു കുടുംബം മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ആ സഭയിലുള്ളതായ എല്ലാ വ്യക്തികൾക്കും എല്ലാ കുടുംബങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് ആ സഭയെ നന്നായി കൊണ്ടുപോകുവാൻ. ആ ചുമതല നമ്മൾ നിർവഹിക്കാതെ പോകുമ്പോഴാണ് ദൈവം വന്ന് ചോദിക്കുന്നത്, എന്ത്? ആദമേ, നീ എവിടെയാ? ആദപ്പ എവിടെയാ? ആദം ഇപ്പോൾ അവനും ആ ഭാര്യയും ഭർത്താവും കൂടെ ചെയ്യുന്ന പണി എന്താ? അവരെന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്നവന് ഒളിച്ചിരിക്കൽ മാത്രമൊന്നല്ല, ഇല തുന്നിക്കൊണ്ടിരിക്കുക. ഇല തുന്നല പണി. അവർക്ക് ആ തോട്ടത്തെ സൂക്ഷിക്കുവാൻ കഴിഞ്ഞില്ല, തോട്ടത്തെ സംരക്ഷിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല, ആ തോട്ടത്തെ നന്നാക്കുവാൻ അവർ ശ്രദ്ധിച്ചില്ല. അതിന്റെ കാര്യങ്ങളിലേക്കൊക്കെ പിന്നാലെ ഞാൻ വന്നോളാം. ഇന്ന് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അവരെ ഏൽപ്പിച്ചിരുന്നതായ കാര്യത്തിൽ നിന്നും അവർ മാറിയിട്ട് വ്യർത്ഥമായിരിക്കുന്ന, യാതൊരു ഗുണവും ചെയ്യാത്ത ഒരു പ്രവൃത്തിയിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ അവർ ചെയ്യുന്നേ? അവിടെ ഇരുന്ന് ഇല തുന്നിക്കൊണ്ടിരിക്കുക. ഇവര് ഇല തുന്നിയാൽ എത്രത്തോളം തുന്നും, ആ ഇല എത്രത്തോളം അവരുടെ നാണം മറയ്ക്കാനായിട്ട് ഉപകരിക്കും, എത്ര സമയം ആ ഇല അവിടെ നിൽക്കും. അപ്പോ തികച്ചും വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവമേൽപ്പിച്ചതായിരിക്കുന്ന ഉത്തരവാദിത്വത്തെ വ്യതിചലിച്ച് അതിനെ കവച്ചു വെച്ച് മുൻപോട്ട് പോകുമ്പോൾ അവിടെയാണ് ദൈവം ചോദിക്കുന്നത്, എന്ത്? നീ എവിടെയാ? ഇത് നമ്മോട് തന്നെ നാമും ചോദിക്കണം. സഭയിലുള്ള ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ വചനങ്ങളെ കേൾക്കുന്ന എല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്, എന്ത്? ഞാനിന്ന് എവിടെയാണ്? എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ചതായ ആ സ്ഥലത്ത് എന്നെ ഏൽപ്പിച്ചത് അവിടെ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കാനല്ല, ഇല കൂട്ടി തുന്നാനല്ല എന്നെ ദൈവം ഏൽപ്പിച്ചത്. എന്നെ ഏൽപ്പിച്ചത് തോട്ടത്തെ മനോഹരമാക്കി നീ കൊണ്ടു നടക്കുക. അതിനുള്ളതായിരിക്കുന്ന എല്ലാ സജ്ജീകരണങ്ങളും ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. ആരും വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരണ്ട. ആ തോട്ടത്തിലുണ്ട്. ആ തോട്ടത്തെ പരിപാലിക്കാൻ
ആവശ്യമായിരിക്കുന്നതെല്ലാം അത് ചെയ്യാതെ ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല കൂട്ടിത്തുന്നുകയാണ്. അവൻ എന്ത് ഭവിച്ചു എന്നാണ്? അവൻ പേടിച്ചു. അല്ല, അവൻ ദൈവത്തോട് പറയുന്ന കാര്യം എന്താണ്? ഞാൻ ഭയപ്പെട്ടു, നിന്നെ കാണാതിരിക്കുവാൻ, അല്ല നീ കാണാതിരിപ്പാൻ ഞാൻ എന്ത് ചെയ്തു എന്നാണ്. ഇവന്റെ പണി ഇപ്പൊ രണ്ടാമത്തെ പണി എന്താ? എവിടെ ഒളിച്ചിരിക്കേണ്ടതെന്നാണ്, എവിടെ മറഞ്ഞിരിക്കണം. ഏൽപ്പിച്ച കാര്യം എന്താണ്? ആ തോട്ടം മുഴുവനും അവന്റെ അധീനതയിലാണ്. പക്ഷെ ആ തോട്ടത്തിൽ ഏത് മരത്തിന്റെ ചുവട്ടിലാണ് ഞാൻ ഒളിച്ചിരിക്കേണ്ടത് എന്ന ഇപ്പോഴത്തെ അവന്റെ ചിന്ത. ഇത് തന്നെ ഇന്നത്തെ വിശ്വാസികളും. ഉത്തരവാദിത്വം നഷ്ടപ്പെട്ടതായ ദൈവമക്കൾ എന്ന് പേരെടുത്തവർ ഇന്ന് എന്താ ചെയ്യുന്നത്? എങ്ങനെ യോഗം മുടക്കാം, എങ്ങനെ പ്രാർത്ഥന മുടക്കാം, എങ്ങനെ വചനധ്യാനം മുടക്കാം, എങ്ങനെ ആരാധന മുടക്കാം, എങ്ങനെ ആത്മീക ശുശ്രൂഷകളെ മുടക്കാം, ഇതാ ചിന്ത. എന്തിനാ ഇത് ചിന്തിക്കുന്നത്? അവന്റേതായിരിക്കുന്ന പല ബന്ധപ്പാടുണ്ടെന്നേ. ദൈവം നൽകിയതായ തേജസ് ഇപ്പോൾ അവനെ വിട്ടുപോയി എന്ന് അവന് തന്നെ ബോധ്യമായി. ഞാൻ നഗ്നനാണ്. ദൈവസന്നിധിയിലേക്ക് വരാനുള്ളതായ പ്രാഗൽഭ്യമില്ലായ്മ അവന്റെ ജീവിതത്തെ വേട്ടയാടി. അവൻ പറഞ്ഞു, ഞാനിപ്പോ ഒളിച്ചിരിക്കുകയാണ് എന്ന് അവിടെ പറയുന്ന ഒരു വാക്ക്. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 23, 24 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത്, ദൈവം അവനെ പുറത്താക്കി, അവനെ ഇറക്കിക്കളഞ്ഞു എന്നാണ്. Forced the man out of the garden. ദൈവം അവനെ ആ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാന്ന് പറഞ്ഞാൽ അവന് പോകാൻ ഇഷ്ടമുണ്ടായില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നരകത്തിലേക്ക് ആളുകളെ തള്ളിയിട്ടു എന്നാണ്. എന്താ തള്ളിയിടാൻ കാരണം? ഈ നരകം കാണുമ്പോ ഇവർക്ക് ആർക്കും അതിലേക്ക് പോകാനായിട്ട് ഇഷ്ടമില്ല. എനിക്ക് പോകണ്ട. ദൂതന്മാര് വന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നാണ്? തള്ളിയിടുമെന്നത് പോലെ ആദമനും ഹവ്വയ്ക്കും ഇപ്പോൾ ഈ തോട്ടത്തിൽ നിന്ന് പോകാൻ അവർക്ക് മനസ്സൊന്നുമില്ല. അവര് പറഞ്ഞ കാര്യങ്ങൾ, അവർക്ക് സംഭവിച്ചതൊക്കെ അവർക്ക് ബോധ്യമായി. അതൊക്കെ ഞാൻ പിന്നാലെ പറഞ്ഞോളാം അടുത്ത ആഴ്ചയിൽ. എന്നാൽ നാം ഇവിടെ കാണേണ്ട കാര്യം, ആ ഉത്തരവാദിത്വത്തെ ബലികഴിച്ചതിന്റെ പേരിൽ തോട്ടത്തെ നന്നാക്കുവാൻ ഏൽപ്പിച്ചവൻ ഇപ്പോൾ ആ കാര്യം ചെയ്യാതെ തന്റെ നാണം മറയ്ക്കാനുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ബദ്ധപ്പാടുകൾ നിമിത്തം ഇന്ന് അവൻ എന്താ സംഭവിച്ചത്? ഇഷ്ടമില്ലെങ്കിലും അവൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. അത് വളരെ ഭയാനകമാണ്. ഞാൻ അതൊക്കെ പിന്നാലെ എന്റെ ധ്യാനത്തിൽ ആ വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഓർത്തപ്പോൾ തന്നെ, അത് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഹൃദയം വല്ലാതെ വേദനിക്കുവാനൊക്കെ ഇടയായിട്ട് തോന്നി. നാം ഇത് മനസ്സിലാക്കണം. ദൈവം നമ്മെ ആക്കിയ സ്ഥാനത്ത് നമ്മെ കാണാതിരിക്കുമ്പോഴാ ചോദിക്കുന്നത്, ആദമേ നീ എവിടെയാണ്? നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം കൊടുത്തിട്ട് അവനെ എന്ത് ചെയ്തുവെന്നാണ്? അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു, അവനെ തോട്ടത്തിൽ നിന്ന് ഇറക്കിക്കളഞ്ഞു. ഇനി ആ തോട്ടത്തിലേക്ക് അവൻ കടക്കാതെ വണ്ണം എന്ത് ചെയ്തു? കെരൂബുകളെ കാവൽ നിർത്തി. ഇനി നീ ഇവിടെ നിന്റെ പണിയൊന്നും ഈ തോട്ടത്തില് വേണ്ട. നീ എവിടേക്കാ പോയർന്നത്? നിന്റെ കാര്യം നോക്കാനല്ലേ. ഇനി ഈ തോട്ടത്തിൽ, ഇതെന്റെ തോട്ടമാണ്, ഇത് ദൈവത്തിന്റെ തോട്ടമാണ്, ഈ തോട്ടത്തിൽ ഇനി നീ എന്ത് ചെയ്യണ്ട? നീ ഒരു പണിയെടുക്കണ്ട. നിന്നെ ഏൽപ്പിച്ചതിൽ നീ പരാജയപ്പെട്ടു പോയി. പ്രിയ ദൈവമക്കളെ, അങ്ങനെയുള്ള ഒരു ഗതികേട് നമുക്ക് സംഭവിക്കാതിരിപ്പാൻ ഇന്ന് രാത്രിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചതായിരിക്കുന്ന സ്ഥലം, സഭയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നതായ ശുശ്രൂഷകളിൽ ആ സ്ഥാനത്ത് തന്നെ തുടരുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ആ ശുശ്രൂഷ പിന്നെ ചെയ്യാൻ ദൈവം പിന്നെ നമ്മെ ചിലപ്പോൾ അനുവദിച്ചു എന്ന് വരില്ല. അത് വേണ്ട. നമുക്ക് കർത്താവിന് മുമ്പാകെ സമ്മതിക്കാം, കർത്താവേ, ഇതാ ഞാൻ യഥാസ്ഥാനപ്പെടുന്നു, എന്നെ മടക്കി വരുത്തേണമേ എന്നുള്ളതായിരിക്കുന്ന ആ വലിയ പ്രാർത്ഥന നമ്മിൽ നിന്നുണ്ടാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. മറ്റൊരു വേദഭാഗം എബ്രായ ലേഖനത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. നാം പലപ്പോഴും ധ്യാനിച്ചിട്ടുള്ള വേദഭാഗം തന്നെയാണ്. എന്നാൽ ഈ വാക്യങ്ങളോടുള്ള ബന്ധത്തിൽ, പഠനത്തോടുള്ള ബന്ധത്തിൽ വളരെ അനിവാര്യമായിരിക്കുന്ന
ഒന്നാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 4 മുതൽ 7 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ അവിടെ ഞാൻ ഇങ്ങനെ പറയാം. അതിന്റെ 7-ാമത്തെ വാക്യം ആദ്യമായിട്ട് ഞാൻ വായിക്കട്ടെ. അവിടെ വായിക്കുന്നത്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. ഭൂമിക്ക് ദൈവം എന്ത് നൽകുന്നു? മഴ നൽകുന്നു. എന്തിനാ മഴ നൽകുന്നത്? അത് കുടിച്ചിട്ട് അവിടെ നാം വായിച്ചതുപോലെ കൃഷി ചെയ്യുന്നവർക്ക്, അല്ലെ, കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കണം. ഞാനോട് ചേർത്ത് തന്നെ മുകളിലുള്ള വാക്യങ്ങൾ വായിക്കാം. എന്താ നമ്മൾ അവിടെ വായിക്കുന്നത്? ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ, സ്വർഗീയ ദാനം ആസ്വദിച്ചവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. ഇവരാരാ? ഇവർ ദൈവത്തിന്റെ മക്കളാണ്. അവർ ദൈവത്തിന്റെ ജനമാണ്. എന്തിനാ ദൈവം ഇതൊക്കെ അവർക്ക് നൽകിയത്? പരിശുദ്ധാത്മാവിന് ദൈവം എന്തിനാ നൽകിയത്? ദൈവവചനത്തെ എന്തിനാ നൽകിയത്? സ്വർഗീയ ദാനത്തെ എന്തിനാ നൽകിയത്? നമ്മൾ വായിക്കുന്നുണ്ട്. അതൊക്കെ ആസ്വദിക്കണം. അവര് ആസ്വദിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? ആസ്വദിച്ചിട്ട് നാം വായിച്ചതുപോലെ കൃഷി ചെയ്യുന്നവർക്ക് എന്തുണ്ടാകണം? പ്രയോജനം ഉണ്ടാകണം. ആരാ? നാം വായിക്കുന്നുണ്ടല്ലോ, നാം ദൈവത്തിന്റെ കൃഷിയാണ്. നാം ദൈവത്തിന്റെ കൃഷിയാണ്. ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നതായ സ്ഥലത്ത് ദൈവം തന്നതായ നന്മകൾ നാം അനുഭവിച്ച് അതിനെ ടേസ്റ്റ് ചെയ്ത് അതിൽ രസിക്കേണ്ടവരാണ് നമ്മൾ. ഏതിലാ രസിക്കേണ്ടത് നമ്മൾ? അവിടെ നാം വായിച്ചു കേട്ടതുപോലെ സ്വർഗീയ ദാനം, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ നല്ല വചനം, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി, ഇതാണ് നമ്മുടെ എന്തായിട്ട് മാറേണ്ടത്? ആസ്വാദന വിഷയമാകേണ്ടത്. എന്തിലാ ഇന്ന് നമ്മൾ ആസ്വദിക്കുന്നതെന്ന്? ഏതിലാ? നമ്മുടെ ഇന്നത്തെ ആസ്വാദന വിഷയം ഏതാ? ഏതിലാ നമ്മൾ ഇന്ന് രസിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിലാ നമ്മുടെ രസം? ഒരല്പനേരം നമുക്ക് കിട്ടിയാൽ നമ്മൾ ഏതിൽ രസിക്കാനാ ഇന്ന് നമ്മുടെ താല്പര്യം? ഓർത്ത് നോക്കി. അല്പനേരം ഒന്ന് വചനം വായിക്കാന്ന് വല്ല താല്പര്യം ആർക്കെങ്കിലും ഉണ്ടാകാറുണ്ടോ? ഇത്തിരി സമയം കിട്ടിയെന്ന പ്രാർത്ഥിക്കാം എന്ന് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? അല്ല, എന്നെ കൊണ്ടാകുന്നത് പോലെ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ഒന്ന് പോകാം എന്നാരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ ദൈവം നിനക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്, ദൈവം നിനക്ക് തന്റെ പുത്രനെ തന്നത്, ദൈവം നമുക്ക് തന്റെ വചനം തന്നത്, ദൈവം നമുക്ക് വരുവാനുള്ള ലോകം, അതേതാണ്? നിത്യത, സ്വർഗം, അതിന്റെ ശക്തിയെ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഈ ലോകത്തിൽ നമുക്കുള്ള എനർജി എന്ന് പറയുന്നത് വരുവാനുള്ള ലോകമാണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതൊക്കെ ദൈവം നമുക്ക് തന്നിട്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഇതൊക്കെ നീ ആസ്വദിച്ച് പെയ്ത മഴ കുടിക്കുന്നതായ ഭൂമി കൃഷിക്കാരന് നല്ല വിളവ് നൽകുന്നത് പോലെ എന്തുണ്ടാകണം? എന്നിൽ നിന്ന് ദൈവത്തിന് യോഗ്യമായ വിളവ് ഉണ്ടാകണം. അതുണ്ടാകുന്നില്ലെങ്കിൽ യഥാസ്ഥാനത്വം നമുക്ക് പണ്ടേ ആവശ്യമാണ്. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങ് അകത്ത് കയറണം. നമ്മുടെ ആസ്വാദനങ്ങൾ, നമ്മുടെ ടേസ്റ്റ് ചെയ്യൽ, നമുക്ക് കിട്ടുന്നതായ സമയം, നമ്മുടെ ആരോഗ്യം, നമുക്കുള്ളത് ദൈവം തന്നതിനെ കൊണ്ട് നാം ഈ ഭൗതികമായ കാര്യങ്ങളെ ആസ്വദിച്ച് ജീവിക്കാനല്ല. അത് നമുക്കുണ്ട്, നമുക്ക് ജോലി ചെയ്യണം. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത്
എന്റെ ദൈവം എനിക്ക് തന്നതിനെ ആസ്വദിക്കാനുള്ളതായിരിക്കുന്ന മനസ്സ് നമുക്ക് വേണം. അത് ആസ്വദിച്ചാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാകുമെന്ന് നാം ഇവിടെ താഴെ വായിക്കുന്നത്, മുള്ളും പറക്കാറയും മുളയ്ക്കും. മുള്ളും പറക്കാറയും, അത് ജീവിതത്തിൽ കുറെ മുള്ളുകൾ വളർത്താനേ കാര്യമാവുകയുള്ളൂ. മറ്റുള്ളവർക്ക് ശല്യം, മറ്റുള്ളവർക്ക് അസമാധാനം ഉണ്ടാക്കുന്ന, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, സഭയിൽ ഇടർച്ച ഉണ്ടാക്കുന്ന സ്വഭാവങ്ങൾക്ക് മാത്രമേ അത് ഉപകരിക്കൂ. അതേ സമയത്ത് നാം കേട്ടതുപോലെ സ്വർഗീയ ദാനം അത് നമ്മുടെ കർത്താവാണ്. പറഞ്ഞു തീരാത്ത ദാനം അതാരാ? നമ്മുടെ കർത്താവാണ്. ആ കർത്താവിനെ ആവോളം രുചിച്ചറിയുവാൻ, പരിശുദ്ധാത്മാവിനെ ആവോളം അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ വചനത്തെ ആവോളം ആസ്വദിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നല്ല വിളവുണ്ടാകുകയുള്ളൂ. നമ്മുടെ രസം ഏതിലാണോ അതേ നമ്മിൽ നിന്ന് എന്ത് ചെയ്യുള്ളൂ? മുളയ്ക്കാൻ പറ്റുള്ളൂ. ഈ ലോകത്തിന്റെ മോഹങ്ങൾ, ഈ ലോകത്തിന്റെ വെറിക്കൂത്തുകൾ, ഇതൊക്കെ നമ്മെ സ്വാധീനിച്ച് അവയിൽ നമ്മൾ അടിപ്പെട്ടു പോയാൽ നമ്മിൽ നിന്ന് മുളയ്ക്കുന്നതെല്ലാം അതിന്റെ വിത്തുകൾ ആയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ധ്യാനിച്ചു വരുമ്പോ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ എത്രയോ വട്ടം പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്കും യഥാസ്ഥാനത്വം എത്രയോ അനിവാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ ഒരു യഥാസ്ഥാനത്വം വേണമെന്ന്? അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ അയ്യോ, അത്രയ്ക്കും തികഞ്ഞവരാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാം ചിന്തിക്കണം, ഇതൊക്കെ ദൈവം തന്നത്, അവന്റെ ആത്മീകമായിരിക്കുന്ന നന്മകൾ തന്നത്, അത് നമുക്ക് അത് ആസ്വദിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതിനെ തിരസ്കരിക്കുമ്പോൾ, നാം ടേസ്റ്റ് ചെയ്യുന്നത് മാറുമ്പോൾ അത് നമ്മിൽ ഉളവാക്കുന്നത് മുള്ളും പറക്കാരയും മാത്രമായിരിക്കും. അതുകൊണ്ട് കർത്താവെ, അങ്ങ് തന്നതായിരിക്കുന്ന ഈ നന്മകളെല്ലാം ടേസ്റ്റ് ചെയ്ത് അതിനെ അനുഭവിച്ചറിയുമ്പോൾ, നാം എബ്രായ ലേഖനത്തിൽ വായിച്ച വാക്യത്തിന്റെ അർത്ഥം അവന്റെ ഹിതം ചെയ്യത്തക്കവണ്ണമുള്ളതായ യഥാസ്ഥാനത്വത്തിലേക്ക്, അല്ലെ? അങ്ങനെയല്ലേ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്? അവന്റെ ഇഷ്ടം ചെയ്യാൻ തക്കവണ്ണം, അവന് പ്രസാദമുള്ളത് ചെയ്യുവാൻ തക്കവണ്ണമുള്ള യഥാസ്ഥാനത്വം. അതെപ്പോഴാ കിട്ടുന്നത്? നാം ചുമ്മാ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുൻപോട്ട് പോയാൽ അതൊന്നും നമുക്ക് ലഭ്യമാകയില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ള കാരണമൊക്കെ പിന്നാലെ നമുക്ക് ചിന്തിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ, അതും നാം ചിന്തിച്ചിട്ടുള്ള വാക്യമാണ്. എബ്രായ 10-ന്റെ 26 മുതലുള്ളതായ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഞാൻ അതിന്റെ 29-ാമത്തെ വാക്യം മാത്രം വായിക്കുന്നു. ദൈവപുത്രനെ ചവിട്ടിക്കളകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ. ദൈവപുത്രനെ നമുക്ക് തന്നത് എന്തിനാ? നമ്മെ തന്റെ വിശുദ്ധ രക്തത്താൽ നിർമ്മലീകരിച്ചത് എന്തിനാ? കൃപയുടെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നത് എന്തിനാ തന്നത്? ആ ദൈവപുത്രനെ ചവിട്ടിക്കളയാനാണോ? ആ വിശുദ്ധ രക്തത്തെ മലിനമെന്നെണ്ണാനാണോ? ആ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുവാനാണോ? നാം ചിന്തിക്കണം, എന്തിനാണ് ദൈവം തന്റെ പുത്രനെ തന്നത്? എന്തിനാണ് കൃപയുടെ ആത്മാവിനെ തന്നത്? എന്തിനാണ് ദൈവം നമ്മെ തന്റെ രക്തം കൊണ്ട് വിശുദ്ധീകരിച്ചത്? പൗലോസിനെ ദൈവം തെരഞ്ഞെടുക്കുമ്പോ തന്നെ നിയമിക്കുന്ന സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, അവരെ വിശുദ്ധന്മാരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് ഞാൻ നിന്നെ തെരഞ്ഞെടുത്ത് നിയമിച്ചിരിക്കുന്നുവെന്നാണ്. എന്ന് പറഞ്ഞാൽ, നിന്റെ മേലുള്ള നിയമനം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അനേകരെ യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിച്ച്, യേശുവിന്റെ ചോരയാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം കിട്ടണം. അതിനു വേണ്ടിയാ. അപ്പൊ ദൈവം നമുക്ക് തന്റെ പുത്രന്റെ ചോര തന്നത് എന്തിനാ?
വിശുദ്ധന്മാരുടെ ഇടയിൽ അവകാശത്തിന് വേണ്ടിയാണ്. കൃപയുടെ ആത്മാവിനെ തന്നത് എന്തിനാണ്? നാം കഴിഞ്ഞ നാടുകളിലൊക്കെ പഠിച്ച കാര്യമാണ്. നമ്മെ നിയന്ത്രിക്കേണ്ടതിനാണ്, നമ്മെ ഭരിക്കേണ്ടതിനാണ്, അല്ലേ? എന്തിനാ ദൈവം തന്റെ പുത്രനെ തന്നത്? നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ കർത്താവായിരിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ മൂത്ത സഹോദരനായിരിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ സ്നേഹിതനായിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ആണോ നമ്മൾ ഇതൊക്കെ? ഇന്ന് കർത്താവ് നമുക്ക് ആരാണ്? ആ വിശുദ്ധീകരിച്ച രക്തം ഇന്ന് നമുക്ക് എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം എങ്ങനെയാണ് ഇന്ന് കാണുന്നത്? എങ്ങനെയാ നമ്മൾ കാണുന്നത്? നമ്മൾ ആരും ഒരുപക്ഷെ ഇത് മലിനമാണ് എന്ന് പറയത്തില്ല. നാം ദൈവപുത്രനെ ചവിട്ടുന്നവരല്ല, അതുപോലെ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവരല്ല. പക്ഷേ നമ്മുടെ ജീവിതം കൊണ്ട് നാം അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. കാരണം അതിന്റെ മുകളിലെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതായ ദൈവത്തിന്റെ വചനം വ്യക്തമായി അറിഞ്ഞിട്ടും, അതൊക്കെ ഇനി പഠിക്കാൻ പോകുന്നതായിരിക്കുന്ന വേദഭാഗങ്ങൾ അതൊക്കെ ഉണ്ട്. പഴയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അനേകായിരക്കണക്കിന് വാക്കുകളിൽ ദൈവത്തിന്റെ സങ്കടം പറഞ്ഞിരിക്കുന്നത്, ഞാൻ എന്റെ കൽപ്പനകൾ നിങ്ങൾക്ക് തന്നു, നിങ്ങൾ എന്റെ കൽപ്പനകൾ ലംഘിച്ചു, എന്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിച്ചില്ല. നൂറുകണക്കിന് വാക്യങ്ങളിൽ അതാണ് കർത്താവ് വേദനയോടെ പറഞ്ഞതെങ്കിൽ ഈ രാത്രിയിൽ നമ്മളും ഓർക്കണം, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നമുക്കറിയാം സഭയുടെ മഹത്വം, നമുക്കറിയാം ദൈവത്തിന്റെ മഹത്വം, നമുക്കറിയാം ഐക്യതയുടെ മഹത്വം, നമുക്കെല്ലാം അറിയാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? അതെല്ലാം മനഃപൂർവമായി ആ വചനത്തെ നമ്മൾ അങ്ങ് ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? നാം ദൈവത്തിന്റെ പുത്രനെ ചവിട്ടുന്നതിന് തുല്യമാണ്, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് എണ്ണുന്നതിന് അത് തുല്യമാണ്. നമുക്ക് യഥാസ്ഥാനത്ത് വേണോ വേണ്ടയോ? നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണോ? നമുക്കൊരു നന്നാക്കി എടുക്കലിന്റെ ആവശ്യമുണ്ടോ? എന്നിൽ അനാവശ്യമായിരിക്കുന്നത് കുടുങ്ങിക്കിടക്കുന്നുവോ? ഞാനായിരിക്കുന്ന വലകൾ കീറപ്പെട്ടിരിക്കുന്നുവോ? നന്നാക്കലിന്റെ ആവശ്യമുണ്ട്, സജ്ജരാക്കപ്പെടേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ ദൈവജനത്തിന്റെ മധ്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്തൊരു അരാജകത്വമാണ് കാണുന്നത്. ആരാ ഇതൊക്കെ അനുഭവിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ കൃപയുടെ ആത്മാവിനെ അനുസരിക്കുന്നവർ എത്ര പേരുണ്ട്? കർത്താവിന്റെ രക്തത്തിന്റെ ആ വിശുദ്ധിയെ ഓർക്കുന്നവർ എത്ര പേരുണ്ട്? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുവാൻ ഈ ക്ലാസ്സുകളൊക്കെ ഒരു മുഖാന്തരമായിട്ട് മാറട്ടെ. മറ്റൊരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അത് വായിക്കുന്നതിന് മുൻപ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. എഫേസ്യർ വെളിപ്പാട് 2:4 അവിടെ വായിക്കുന്നു, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഇനി എഫേസ്യ ലേഖനം 1-ന്റെ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ എന്താണ്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം എഫേസ്യ സഭയോട് പറയാണ്, നീ ആരായിരുന്നു? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടവർ. ഇനി അവർക്ക് വേറെ ഒരു അനുഗ്രഹം ആവശ്യമില്ല. വേറെ ഒരു അനുഗ്രഹം ഇനി അവർക്ക് വേണ്ട. നമുക്കറിയാം, ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ നമ്മുടെ വായിക്കുന്നുണ്ട് സ്വർഗീയ അനുഗ്രഹങ്ങൾ ഏതെല്ലാമെന്ന്. നാം ഒരിക്കലത് പഠിച്ച വിഷയമാണ്. അമ്പിവാചകം പോലെ ഞാൻ പറയാം, ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ നമ്മെ അവൻ തിരഞ്ഞെടുത്തു, ക്രിസ്തുവിൽ അവൻ നമ്മെ മുൻനിയമിച്ചു, ക്രിസ്തുവിൽ അവൻ നമ്മെ വീണ്ടെടുത്തു, ക്രിസ്തുവിൽ അവൻ നമുക്ക് അവകാശം തന്നു. ക്രിസ്തു എന്ന ശരീരത്തിന്റെ അവയവമാക്കി ആ ദൈവം നമ്മെ മാറ്റി.
പിതാവ് മുഖാന്തരം അത് അവൻ നമ്മെ ഉയർപ്പിച്ച് ക്രിസ്തുവിനോടൊപ്പം ഇരുത്തി അവന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ, പിതാവിനോട് അടുത്തു ചെല്ലുവാൻ ഉള്ളതായിരിക്കുന്ന ഭാഗ്യം നമുക്ക് നൽകി. വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാക്കി ദൈവം നമ്മെ മാറ്റി. ഇതെല്ലാമാണ് എന്ത്? സ്വർഗീയമായ അനുഗ്രഹങ്ങൾ, നീണ്ട പട്ടിക. എന്നിട്ട് ഇപ്പോൾ ആ സഭയോട് പറയാണ്, നിനക്ക് ഒരു യഥാസ്ഥാനത്വത്തിന്റെ ആവശ്യം. നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. നിന്നെ ആക്കി വെച്ചത് അതിനല്ല. നിന്നെ ഞാൻ ലോകസ്ഥാപനത്തിന് മുന്നമേ മുതൽ കണ്ട് തിരഞ്ഞെടുത്ത് നിയമിച്ച് നിനക്ക് അവകാശങ്ങളെല്ലാം തന്ന് അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് ദൈവം നിന്നെ ആക്കി വെച്ചത് നീ വീഴാനല്ല, നീ ആ സ്ഥാനത്ത് തുടരാൻ വേണ്ടിയാ. നീ ആ സ്ഥാനത്ത് നിൽക്കണം. നിന്നെ അവിടെ കാണണം. എവിടെ കാണണം? ദൈവം നിന്നെ ആക്കിയ സ്ഥാനത്ത് നിന്നെ കാണണം. കാണുന്നുണ്ടോ ദൈവമക്കളെ? എഫേസോസിലെ സഭയോട് ഒരു കുറ്റമാ ചൂണ്ടിക്കാണിച്ചു, അല്ലെ? ഒരു കുറ്റം. നമ്മെ ചൂണ്ടിന്ന് എത്ര കുറ്റം പറയാൻ കാണും ദൈവത്തിന്? എത്ര കുറ്റം പറയാൻ കാണും? ഒരു കുറ്റമല്ല, എത്രയോ കുറ്റങ്ങൾ. ഇതൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നില്ലേ നമ്മോട്? ഹൃദയത്തെ കുത്തി സംസാരിക്കുന്നില്ലേ ദൈവം? എന്നിട്ടതൊന്നും അറിയാത്തതുപോലെ. പഴയ നിയമത്തിൽ കർത്താവിന്റെ ഒരു വിലാപം അത് തന്നെയാണ്. ഈ ജനം കണ്ടിട്ടും കാണാത്തവരെ പോലെ, ഈ ജനം കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ, ഈ ജനം അറിഞ്ഞിട്ടും ഗ്രഹിക്കാത്തവരെ പോലെ അവരായിത്തീർന്നുവെങ്കിൽ അതിന്റെ കാരണം ആരാണ്? ആ ജനമാണ്. അവരെ പോലെ നമ്മളാകരുത്. അവരെ പോലെ നമ്മളാകരുത്. ഞാനും നിങ്ങളും ആകരുത്. ദൈവം നമ്മെ ഉന്നതമായ ഒരു സ്ഥാനത്ത് ആക്കി വച്ചിരിക്കുന്നു എങ്കിൽ ആക്കിയത് അതിന്റെ ഫലം നമ്മിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അത് നമ്മിൽ ഉണ്ടാകണം. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. വലിയ ഒരു യഥാസ്ഥാനത്വം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. അതിന്റെ 15-12 വാക്യങ്ങൾ വായിക്കുന്നതിന് മുൻപ് അതിന്റെ 24-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. 24-ാമത്തെ വാക്യം. അവിടെ നാം വായിക്കുന്നത് ഈ എന്റെ മകൻ എന്നാണ്. ഈ എന്റെ മകൻ. മുടിയൻ പുത്രൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഈ മകൻ ആരായിരുന്നു? എന്റെ മകൻ. അവൻ എങ്ങനെയായി അപ്പന്റെ വീട്ടിൽ താമസിച്ചിരുന്നത്? എങ്ങനെയാ താമസിച്ചിരുന്നത്? നാം അതിന്റെ വാക്യങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. ദാസന്മാരോട് കൽപ്പിക്കുന്ന കാര്യം 22, 23 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നില്ലേ? മേത്തരമായ അങ്കി, കൈക്ക് മോതിരം, കാലിന് ചെരുപ്പ്. ഇതെന്ത് ആ മകന് കൊടുക്കാൻ അപ്പോൾ തീരുമാനിച്ചത്? അതൊക്കെ ഉള്ളവനായിരുന്നു അവൻ. ആര്? തന്റെ വീട്ടിലായിരുന്നപ്പോൾ ഇതെല്ലാം അവൻ ഉണ്ടായിരുന്നതാ. എന്റെ മകനായിരുന്നു അവൻ. എന്റെ വീട്ടിൽ അവൻ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വായിച്ചു, മുകളിൽ വായിക്കുന്നുണ്ട്. അവന്റെ 11-12 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഇളയവൻ അപ്പനോട്, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക്. അപ്പോൾ എന്തുണ്ടായിരുന്നു? ആ അപ്പനുള്ളതിൽ അവന് അവകാശമുള്ളവനായിരുന്നു. ചെറിയ പദവിയായിരുന്നു അത്. അവൻ എന്ത് കുറവായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത്? എല്ലാം ഉണ്ടായിരുന്നു അവന്. അവന് നല്ല വസ്ത്രം, നല്ല ചെരുപ്പ്, നല്ല മോതിരം, ഇഷ്ടംപോലെ ഭക്ഷണം. അതല്ലേ അവൻ പറയുന്നത്. പിന്നെ എന്റെ വീട്ടിൽ ഭക്ഷണം ബാക്കിയാണ്. അവൻ കഴിച്ച് ബാക്കി വെച്ചതായിരിക്കുന്ന വീടിന്റെ അനുഭവം ആ ചെറുപ്പക്കാരന് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നവൻ എവിടെയാ? ഇന്നവൻ പന്നിയുടെ കുഴിയിലാ, അല്ലേ? ഇന്നവൻ പന്നിയുടെ കുഴിയിലാ. ഇന്നവൻ വിശക്കുന്നവനാ. അവന്റെ അങ്കിയൊക്കെ ചിലപ്പോ കൊണ്ടുപോയി കാണും. അതൊക്കെ വിറ്റ് പൊലച്ചിട്ടുണ്ടാകും. മോതിരമുണ്ടായി കാണും, അത് വിറ്റ് കാണും. ചെരുപ്പ് പോലും അവൻ വിറ്റ് കാണും. ഒന്നുമില്ലാത്തവൻ ആയിത്തീർന്നു. എന്തേ കാരണം? പ്രിയ ദൈവമക്കളെ, ഇത് നമ്മോടുള്ള ബന്ധത്തിൽ നാം ഒന്ന് ചിന്തിക്കി.
നാം ആരും മുടിയപുത്രന്മാരോ ഒന്നുമല്ല, നമ്മളത് സമ്മതിക്കില്ല. പക്ഷേ നാം ഒന്നോർക്കണം, ഈ അപ്പന്റെ മോനായിരുന്നു ഞാൻ. എല്ലാം എനിക്ക് എന്റെ ദൈവം തന്നിട്ടുണ്ട്. നല്ല അങ്കി അവൻ തന്നിട്ടുണ്ട്, നല്ല ചെരുപ്പ് തന്നിട്ടുണ്ട്, നല്ല മോതിരം തന്നിട്ടുണ്ട്. അതിനൊക്കെ അർത്ഥങ്ങളും ആശയങ്ങളും ഉണ്ട്, ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. എല്ലാം തന്ന് എല്ലാം തൃപ്തിയായിട്ട് ദൈവം നമ്മെ തന്റെ സഭയിലാക്കി വെച്ചു. എന്നിട്ട് നീ ഇപ്പോൾ എവിടെയാന്നാ ദൈവം ചോദിക്കുന്നത്? എവിടെയാ? എന്റെ വീടിന്റെ നന്മ അനുഭവിപ്പാൻ, എന്റെ ആ അങ്കിയുടെ നന്മ അനുഭവിക്കാൻ നിനക്കൊന്ന് കഴിയുന്നുണ്ടോ? ആളുകളുടെ ധാരണ ഇന്ന് ഇതിനേക്കാളൊക്കെ മെച്ചം വേറെ മറ്റു പലതുമാണെന്ന്. അല്ല. ഇന്നല്ലെങ്കിൽ നാളെ നാം വായിക്കുന്നുണ്ടല്ലോ, ഏറെ കാലം കഴിയും മുമ്പേ അവൻ ആരായിട്ട് തീർന്നു? ഒന്നുമില്ലാത്തവനായിട്ട് തീർന്നു. എല്ലാം ഉള്ളവനായിരുന്നു, എല്ലാം ഒന്നുമില്ലാത്തവനായിട്ട് മാറി. അവൻ എന്തുണ്ടാകണം? യഥാസ്ഥാനത്വം ഉണ്ടാകണം. ഇന്ന് നമുക്ക് എന്തവകാശപ്പെടാനാ ഉള്ളത്? വല്ലതും ഉണ്ടോ? എന്താ ഉള്ളത്? നാം ചിന്തിക്കണം. ഇത് നമ്മെ തന്നെ ശോധന ചെയ്യാനാ. നമ്മൾ വേറെ ആരും വിധിക്കണ്ട. ആ അപ്പന്റെ മകനായിരിക്കുന്ന എനിക്ക് ഈ അങ്കി ഉണ്ടോ എന്ന്, എന്റെ കൈക്ക് മോതിരമുണ്ടോ എന്ന്, എന്റെ കാലിന് ചെരുപ്പുണ്ടോ എന്ന് ഇന്ന് ഞാൻ തൃപ്തനാണോ? ദൈവസഭയിൽ സഭയിലൊരു കുറവുമില്ല, അത് ദൈവത്തിന്റെ സഭയാണ്. പക്ഷെ നിനക്ക് കുറവുണ്ടെങ്കിൽ, നീ ഇന്ന് ദരിദ്രനാണെങ്കിൽ, നീ ഇന്ന് ഉടുപ്പില്ലാത്തവനാണെങ്കിൽ, നീ ചെരുപ്പില്ലാത്തവനായി നടക്കുന്നെങ്കിൽ അതിന്റെ കാരണം നീ തന്നെയാണ്. ആ കാരണത്തിലേക്ക് ഞാൻ പിന്നാലെ വന്നുകൊള്ള. നമ്മെ ദൈവമാക്കിയത് വളരെ മാന്യമായ സ്ഥലത്താണ്. പക്ഷെ നമ്മൾ ഇന്ന് നീ എവിടെ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നെങ്കിൽ അതിന്റെ കാരണക്കാർ നാം മാത്രമാണ്. നമുക്കൊരു മടങ്ങി വരവിന്റെ ആവശ്യമുണ്ട്, യഥാസ്ഥാനത്വത്തിന്റെ ആവശ്യമുണ്ട്, നമ്മെ നന്നാക്കി എടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അത് സംഭവിച്ചേ മതിയാകൂ. ഈ തലമുറയിൽ, ഈ നാളുകളിൽ എനിക്കും നമുക്കും അതുണ്ടാകണം. ഈ വചനം കേൾക്കുന്ന എല്ലാവരിലും അതുണ്ടാകണം. ഇതൊന്നും കേൾക്കാൻ ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം. ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ വകയില്ലാത്ത വേലക്കാരനായി, ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കണമെന്ന തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറഞ്ഞത്. പക്ഷെ ഇന്ന് ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവർക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു തലമുറയാണ് ദൈവ മക്കളുടെ ഇടയിൽ പോലും. അവർക്ക് എന്താ കേൾക്കേണ്ടത്? എന്താ കേൾക്കേണ്ടത്? ഭൗതികമായ നന്മകൾ, ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത സംസാരങ്ങൾ. ഇതൊക്കെ കേട്ടാൽ ആളുകൾക്ക് വലിയ ഹാപ്പിയാണ്. ഇതുപോലൊക്കെ പറഞ്ഞാൽ ആര് കേൾക്കുന്ന പറയുന്നതൊക്കെ? ആർക്കും താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇതാണ് ദൈവത്തിന്റെ സത്യം, ഇതാണ് ദൈവത്തിന്റെ വചനം എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഒരു വാക്കുകൂടെ വായിച്ച് നമുക്ക് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അയ്യോ, ജനപൂർണയായിരുന്ന നഗരം ഏകാന്തയായിരിക്കുന്നത് എങ്ങനെ? ജാതികളിൽ മഹതിയായിരുന്നവൾ വിധവയെ പോലെ ആയതെങ്ങനെ? സംസ്ഥാനങ്ങളുടെ നായകി ആയിരുന്നവൾ ഊഴിയ വേലക്കാരിയായതെങ്ങനെ? ഒരു കാലത്ത് ദൈവത്തിന്റെ ജനമായ ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയായിരുന്നു. ഏതുപോലെ? ജനപൂർണയായിരുന്നു, മഹതിയായിരുന്നു, നായകിയായിരുന്നു. പക്ഷെ ഇന്നാരായി? ഒന്നുമില്ല. ധ്യാനത്തിൽ വന്ന കാര്യം ഇതാണ്. ഒരു കാലത്ത് ദൈവത്തിന്റെ സഭ എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിലൊരു വിലയുണ്ടായിരുന്നു. ദൈവത്തിന്റെ വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ നാട്ടിലൊരു മാന്യതയുണ്ടായിരുന്നു. അന്ന് ദൈവത്തിന്റെ സഭയിലേക്കൊക്കെ ആളുകൾ ഓടിക്കൂടുമായിരുന്നു. ദൈവത്തിന്റെ ജനം ആണെന്നറിഞ്ഞാൽ അവരോട് സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു. ഇന്നെവിടെയാ? ആർക്ക് വേണം ദൈവത്തിന്റെ വചനം? ആർക്ക് വേണം ദൈവത്തിന്റെ സഭ? ആർക്ക് വേണം ദൈവത്തിന്റെ ശുശ്രൂഷകൾ? ആർക്കായി ഇത് വേണ്ടത്? ഒരാൾക്കും വേണ്ട, ദൈവമക്കൾക്ക് പോലും വേണ്ട. പിന്നെ എങ്ങനെ ജാതികൾക്ക് വേണം? ജാതികളുടെ മധ്യത്തിൽ നിന്ന് പരിഹാസ്യ വിഷയമായിട്ട് ദൈവത്തിന്റെ ജനം മാറിയിരിക്കുന്നു. ദൈവമല്ല ഉത്തരവാദി.
നാമാണ് ഉത്തരവാദി. നാം നമ്മെ തന്നെ പരിശോധിക്കണം. ഈ ജനത്തിന് വിലാപങ്ങളുടെ പുസ്തകത്തിൽ അത് യിരെമ്യാ പ്രവാചകന്റെ കരച്ചിലാണ്. അയ്യോ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. ആ കരച്ചിൽ യഥാസ്ഥാനത്വത്തിന് വേണ്ടിയുള്ള കരച്ചിലായിരുന്നു. ഈ ജനത്തിനൊരു മടങ്ങി വരവ് അനിവാര്യമാണ്. അതിന്റെ ഒടുവിലേക്കൊക്കെ വരുമ്പോൾ പറയുന്നുണ്ട്, നീ ഞങ്ങളെ ഒന്ന് വീണ്ടും മടക്കി വരുത്തണമേ എന്ന് പറഞ്ഞ് കരയുന്ന ഇസ്രായേലിനെ നമുക്ക് കാണാം. ദൈവമക്കളെ, നമുക്കും ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. ഒരു യഥാസ്ഥാനത്വം നമുക്ക് ആവശ്യമാണ്. ഈ വചനങ്ങൾ അതിന് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.